കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി കൊലപാതക കേസിൽ ഇപ്പോൾ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. കേളകുട സ്വദേശികളായ RSS പ്രവർത്തകർ അജേഷ്, അഖിലേഷ്, നിതിൻ കുമാർ എന്നിവരെയാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സാരംഗ്, വലിയ പ്രമാദമായൊരു കേസായിരുന്നു. കാസർഗോഡിനെ തന്നെ പിടിച്ചുലച്ച കേസ്. വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം എന്നടക്കം കുറ്റപത്രത്തിലുണ്ടായിരുന്നു. പ്രതികളെ വെറുതെ വിടാനുള്ള കാരണം എന്താണ്? ആര്യ, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നേയുള്ളൂ. കോടതി ഒറ്റ വരിയിലാണ് വിധി പറഞ്ഞത്. പ്രതികളെ വെറുതെ വിട്ടു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോടതി അടുത്ത കേസിലേക്ക് കടക്കുകയായിരുന്നു. അതിനെ പബ്ലിക് പ്രോസിക്യൂട്ടറെയും മറ്റ് അഭിഭാഷകരെയും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും കുടുംബത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഈ വിധിയിൽ അവർ തൃപ്തരല്ലെന്നും അവർ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ആര്യ, വളരെ പ്രമാദമായൊരു കേസായിരുന്നു കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസ്. 2017 മാർച്ച് 20 കാസർഗോഡ് ചൂരി മദ്രസയിൽ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതിക്രമിച്ചു കയറിയ പ്രതികൾ 27 വയസ്സ് മാത്രമായിരുന്നു റിയാസ് മൗലവിക്ക് ഉണ്ടായിരുന്നത്. വെട്ടിക്കൊല്ലുകയായിരുന്നു ഈ പ്രതികൾ. കേളകുട സ്വദേശികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ്, RSS പ്രവർത്തകരാണ് ഈ 3 പേരും. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഈ കൊലപാതകം. വർഗീയ കലാപം ഉണ്ടാക്കുകയാണ് ഈ പ്രതികളുടെ ലക്ഷ്യം എന്നൊക്കെ കുറ്റപത്രത്തിൽ പറഞ്ഞതാണ്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് 97 പേരെയും പ്രതിഭാഗത്തു നിന്ന് ഒരാളെയുമാണ് വിസ്തരിച്ചിരുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ 3 പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ളതിനാണ് ഇനി നമുക്ക് അറിയേണ്ടത്. തെളിവുകളുടെ അഭാവമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. എന്തായാലും ഒറ്റ വരിയിൽ മാത്രം പ്രതികളെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കേസിലേക്ക് കോടതി നീങ്ങുകയായിരുന്നു. സംഭവം നടന്ന് ഇപ്പോൾ 7ാം വർഷത്തിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം വരുന്നത്. എന്നാലും വർഗീയ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാസർഗോഡിനെ പിടിച്ചുലച്ച കൊലപാതകമായിരുന്നു ഇത്. സാരംഗ് സുരേഷ് അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. നമുക്കറിയേണ്ടത് എന്തുകൊണ്ടാണ്, എവിടെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത്, തെളിവുകൾ ഹാജരാക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിലാണ് പരാജയപ്പെട്ടതെന്ന് അറിയേണ്ടതുണ്ട്. 2017 മാർച്ചിലാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വളരെ ചെറുപ്പക്കാരനായിരുന്നു ഈ റിയാസ് മൗലവി. ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയാണ് ഈ റിയാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരു വർഗീയമായ ഒരു കലാപം ഉണ്ടാക്കുകയായിരുന്നു ഈ പ്രതികളുടെ ലക്ഷ്യം എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് കെ ബാലകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത്. കാസർഗോഡ് ചൂരി മദ്രസയിൽ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി റിയാസ് മൗലവി 2017 മാർച്ച് 20 കൊല്ലപ്പെട്ടത്. മദ്രസയ്ക്ക് സമീപത്തെ താമസ സ്ഥലത്ത് വെച്ചാണ് ഈ മൗലവിയെ കൊലപ്പെടുത്തിയത്. പ്രതിസ്ഥാനത്ത് കാസർഗോഡ് കേളകുട സ്വദേശികളായ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം പ്രതികരണം അല്പസമയത്തിനകം ലഭിക്കും.